ലിങ്കിൽ അറിയാതെ ക്ലിക്ക് ചെയ്താൽ, ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ ഫോണിലെ എല്ലാ രേഖകളും മറ്റൊരാളുടെ കയ്യിലെത്തുന്നു. ഇന്നത്തെ കാലം അതാണല്ലേ. ഹായ്, വെൽക്കം ടു സിസി സൈബർ ക്യാമ്പസ്. ഞാൻ അതുല്യ. സൈബർ ക്രൈംസ് അതുപോലെ ഹാക്കിംഗ് ഇതൊക്കെ കൂടിക്കൂടി വരുന്ന കാലമാണ് അല്ലേ. നമ്മുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലരുടെ കയ്യിലെത്തുന്നു. അതവർ മിസ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുന്നതാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ പെരുകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഭയക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് കംപ്ലൈൻറ്റുകൾ കൊടുക്കാൻ മടിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതുപോലത്തെ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത്. ഞാൻ ഈ ഇടയായിട്ട് കേട്ട കുറച്ച് ന്യൂസുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഒരു MLA, കർണാടകയിലെ ഒരു MLA, ആൾക്കൊരു വീഡിയോ കോൾ വരുന്നു. ആൾ അറ്റൻഡ് ചെയ്യുന്നു. വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീ സംസാരിക്കുന്നു. കുറച്ച് കഴിയുന്ന സമയത്ത് വിവസ്ത്രയാവുകയും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഈ MLA എന്ത് ചെയ്തു? കോൾ കട്ടാക്കുന്നു. വീണ്ടും വീണ്ടും കോൾ വരുന്നു. MLAയുടെ ഭാര്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. ദെൻ അവരത് ഡിസ്കണക്ട് ചെയ്യുന്നു, പിന്നെ വിളിക്കുന്നില്ല. ഈ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്താണ് MLAക്ക് വീണ്ടും കോൾ വരുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ വീഡിയോ ചാറ്റ് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പബ്ലിക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകളും കോളുകളും വരുന്നു. ഉടൻ തന്നെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും, ആളുകളെ പിടിക്കുകയും ചെയ്തു. ഇതൊരു MLAയുടെ കേസ് ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ആളെ കിട്ടിയത് അല്ലേ. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കൂടുതൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. മറ്റൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കൊരു മെസ്സേജ് വരുന്നു, നിങ്ങളുടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ KYC അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ്, ഉടനെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്യൂ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്നുള്ള രീതിയിൽ അലേർട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിസി ആയിട്ടുള്ള ഒരാൾ അപ്പോൾ പെട്ടെന്ന് KYC അപ്ഡേറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും മെസ്സേജ് വരുന്ന സമയത്ത് ആളൊന്ന് പാനിക് ആവും. കാരണം എന്താണ്, നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പല ട്രാൻസാക്ഷനും മുടങ്ങുന്നതാണ് അല്ലേ. സോ എന്ത് ചെയ്യും? ആ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? KYC അപ്ഡേറ്റ് ചെയ്യുന്നു, OTP ചോദിക്കുന്നു, OTP കൊടുക്കുന്നു. എന്ത് സംഭവിക്കുന്നു? അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും അവരത് എടുക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ. ഇതൊക്കെ ഒരു പബ്ലിക് ഫിഗറിൻ്റെതായതുകൊണ്ടാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ തുകയും വലിയ വലിയ തുകയും നഷ്ടമായവർ ഒട്ടനവധി പേരുണ്ടാവും. പക്ഷെ അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, അവരൊന്നും മുന്നിലേക്ക് വരുന്നില്ല, കംപ്ലൈൻറ്റുകൾ കൊടുക്കുന്നില്ല. പിന്നെ ഒന്നുള്ളത് എന്താണ്? ജോലി തട്ടിപ്പുകൾ അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ജോബ് എന്ന് പറഞ്ഞിട്ട് ജോബ് തട്ടിപ്പുകൾ നടക്കുന്നു. ജോബ് ചോദിക്കുന്നു. അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് എന്നുള്ള രീതിയിൽ പരസ്യങ്ങൾ വരുന്നു. നമ്മളത് രജിസ്റ്റർ ചെയ്യുന്നു. അവർക്കൊരു കമ്മീഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. 1-2 ലക്ഷം രൂപ അവർക്ക് കമ്മീഷൻ കൊടുത്താലും വേണ്ടില്ല എന്ന് വിചാരിച്ച് കൊടുക്കുന്നു. പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, വിളിച്ചാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ജോലി തട്ടിപ്പുകളുണ്ട്. അതുപോലെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ഗെയിമുകൾ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് നമ്മളോട് പൈസ, നമ്മുടെ എമൗണ്ട് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗെയിമുകളും കാര്യങ്ങളും അതുകൊണ്ട് ഇങ്ങനെ ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ വഴിയുള്ള ക്രൈമുകൾ കൂടിക്കൂടി വരികയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒക്കെ കാരണം എന്താണ്? നമുക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും കൂടെ നമ്മൾ എത്തിക്കുക. നമ്മൾ അതിൽ ജാള്യത കാണിക്കേണ്ട കാര്യമില്ല. നാളെ ഇതൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. ഈ കംപ്ലൈൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ വരുന്നതിലും കൂടുതൽ നമ്മൾ പബ്ലിക്കിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ ഇഷ്യൂസ് മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാം. ഇനി എങ്ങനെയൊക്കെ നമുക്ക് കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാം? 1903 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സൈബർ ക്രൈംസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ cybercrimes.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉടനടി നടപടി സ്വീകരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻഷോട്ടോ, എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുള്ളത്, അത് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കൊടുത്താൽ മാത്രമേ മറ്റൊരാൾ ചതിക്കപ്പെടാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ.